കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ സൗജന്യമായി വസ്ത്രങ്ങൾ നൽകുന്നതിനു വേണ്ടി പുതിയ അലമാര സ്ഥാപിക്കുവാൻ എത്തിയതായിരുന്നു കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം ചെയർമാൻ റുവൽ സിംഗ്. അവിടെ വെച്ച് ആശുപത്രിയിലെ സെക്യൂരിറ്റി ഓഫീസർമാരോട് സംസാരിക്കുമ്പോഴാണ് അനാഥനായി ഒരു അച്ഛൻ മെഡിക്കൽ കോളേജ് വരാന്തയിൽ കഴിയുന്ന കാര്യം അറിയുന്നത്. ആരൊക്കെയോ കൊടുക്കുന്ന ആഹാരം കഴിച്ച് ഉടുക്കാൻ വസ്ത്രമില്ലാതെ കഴിഞ്ഞ 6-7 മാസമായി ഇദ്ദേഹം ഇവിടെ തന്നെയുണ്ട്. അടുത്തെത്തി പരിശോധിച്ചപ്പോഴാണ് കാലിൽ ഒരു ചെറിയ വ്രണവും ഉണ്ടെന്ന് കാണാൻ കഴിഞ്ഞത്. കാര്യങ്ങൾ തിരക്കിയപ്പോൾ പ്രസാദ് എന്ന പേര് പറഞ്ഞു. പരവൂർ പൂക്കളം പ്രദേശത്താണ് താമസിച്ചിരുന്നത്. ഭാര്യയും മകനും വിവാഹമോചനത്തിന് കേസ് നൽകിയിരിക്കുകയാണെന്നും ഈ അച്ഛൻ പറഞ്ഞു. ഉടൻ തന്നെ സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് ഈ അച്ഛന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി പുതിയ വസ്ത്രങ്ങൾ നൽകുകയും ചെയ്തു. എന്നാൽ ഈ അച്ഛനെ വീണ്ടും അനാഥനായി ആശുപത്രി വരാന്തയിൽ ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അച്ഛനെ ചേർത്ത് പിടിക്കുവാൻ തീരുമാനിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ പൂർണ്ണ സമ്മതത്തോടുകൂടി പാരിപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഉദ്യോഗസ്ഥരെയും അറിയിച്ച് ഈ അച്ഛനെ ഏറ്റെടുക്കുകയായിരുന്നു. അത്രയ്ക്ക് മുഷിഞ്ഞ വസ്ത്രം കൊടുത്താണ് അച്ഛൻ്റെ കാലിലെ ചെറിയ ഒരു വ്രണമായിട്ട് അവിടെ ഇരിക്കുന്ന കാണാൻ എനിക്ക് കഴിഞ്ഞത്. അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം തിരക്കി അറിഞ്ഞപ്പോൾ അച്ഛനെ പരവൂരുള്ള ഉക്കുളം എന്ന പ്രദേശത്ത് താമസിച്ച് വരുകയായിരുന്നു. ഭാര്യയും ഒരു മകനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഭാര്യയും ഈ മകനും ഇദ്ദേഹത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് കൊടുത്തുകൊണ്ട് ബന്ധം വേർപെടുത്തുന്ന തരത്തിലേക്കാണ് അവർ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് അച്ഛനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. എങ്കിലും യാദൃശ്യമായ ഒരു സംഭവമായത് കൊണ്ട് അച്ഛനെ ചേർത്ത് പിടിക്കുക എന്നത് ഞങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് അച്ഛനെയും ചേർത്ത് പിടിച്ച് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ സമ്മതത്തോടു കൂടിയാണ് സമുദ്രതീരം കൂട്ടുകുടുംബത്തിലേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നത്. സമുദ്രതീരം കൂട്ടുകുടുംബത്തിലേക്ക് എത്തിയ ഈ പുതിയ അംഗത്തെ എല്ലാവരും സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത്. ഇനിയുള്ള കാലം ഈ അച്ഛന് ഏറെ സന്തോഷത്തോടെ സമുദ്രതീരത്തിലെ പുതിയ ജീവിതം ആസ്വദിക്കാം.